സത്യം പറഞ്ഞാൽ സൂര്യക്ക് വേണ്ടിയിട്ടാണ് കാണാൻ വന്നത്, ഫസ്റ്റ് ഷോ തന്നെ കാണാൻ വന്നത്. പക്ഷേ നോട്ട് അറ്റ് ഓൾ വർത്ത് ഫോർ ദ എഫേർട്ട് ആൻഡ് മണി സ്പെൻഡ്. ആ ടൈമിനൊന്നും ഒട്ടും വർത്തായിട്ട് തോന്നിയില്ല. വീണ്ടും നാടിനെ എത്ര കാലം ഇവർ നാടിനെ രക്ഷിച്ചുകൊണ്ടിരിക്കും? അല്ല, എനിക്ക് ഇതൊരു ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഓഡിയൻസിനും ഒരു ഫിലിം ഓക്കെ എങ്ങനെയാണ് ക്രിട്ടിക്സ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. സോ അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ വാട്ട് പീപ്പിൾ ആർ എക്സ്പെക്ടിങ്. ഓഡിയൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഈ മാസ് മസാലയൊക്കെ അതിൻ്റെ കാലം കഴിഞ്ഞു. ഒരു നല്ലൊരു സ്റ്റോറി, അതിപ്പോൾ ഒരു ഫ്രഷ് ഡയറക്ടറാണ്, ഫ്രഷ് ഫേസ് ആണെങ്കിലും പീപ്പിൾ വിൽ മേക്ക് ഷുവർ ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് സ്ക്രിപ്റ്റ് ദേ വിൽ എൻജോയ് ഇറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി ആ മൂവി. അത് നമ്മുടെ മലയാളം മൂവീസിൽ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾസ് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ പടങ്ങളിലുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി ഡിസപ്പോയിൻറ്റിങ്. ജയറാമിന് ടു ബി ഫ്രാങ്ക് ഇത് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ജയറാമിന് കിട്ടിയ ട്രോള് വെച്ചിട്ട് പുള്ളിക്കാരൻ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജോജുവിനെ എനിക്ക് തോന്നിയത് നമ്മുടെ തനോസിൻ്റെ കയ്യിലത്തെ മറ്റേ സ്റ്റോൺസ് വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, എനിക്ക് ആ ഒരു ഫീലാണ് ഇൻ പേഴ്സൺ തോന്നിയത്. പക്ഷേ ഓവറോൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല, ഇത്രയും വേണ്ടായിരുന്നു സൂര്യക്ക്. എന്തെങ്കിലും പോസിറ്റീവ് സൈഡ് എന്തെങ്കിലും മ്യൂസിക് എങ്ങനെയുണ്ട്? സന്തോഷ് നാരായണൻ്റെ പലരും പറഞ്ഞു നന്നായിട്ട്. ആ ഒരു പാട്ട് കൊള്ളായിരുന്നു. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നില്ലേ, ആ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് കൊണ്ടാണോ, ദാറ്റ് വാസ് ഗുഡ്. പിന്നെ ഒരു പോസിറ്റീവ് പറയാം കേട്ടോ, ഇതിൽ ഒരു വൺ ഷോട്ട് ഉണ്ട്, അതൊരു ലെങ്തി ഒരു ഷോട്ട് ഉണ്ട്, ഒരു വെഡ്ഡിങ്ങിൻ്റെ. അത് അവർ എടുത്തേക്കുന്നത് നമുക്ക് ഭയങ്കര ഇമ്പ്രസീവ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 2 or 3 minutes, ഒരു 5 to 10 minutes ആ ഒരു സിംഗിൾ ഷോട്ടിൽ പോകുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. വേറൊന്നും എനിക്ക് തോന്നിയില്ല, ബിക്കോസ് എനിക്ക് അധികം ഇതിനെപ്പറ്റി നോളജ് ഇല്ല. പക്ഷേ ഇൻ പേഴ്സൺ ആയിട്ട് ലൈറ്റ് പങ്കുവയ്ക്കും. പുള്ളി എഫേർട്ട് എടുത്തു. പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ സിനിമ കാണാൻ പോകുന്ന ഒരു സംഭവമായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ എന്തായി? ഐ എം റിയലി സോറി.